നമസ്കാരം. ലങ്കാനഗരത്തിന്റെ കോട്ട വാനര സൈന്യത്താൽ ചുറ്റപ്പെടുകയും ദശാനനന്റെ സൈന്യം ഒന്നൊന്നായി അടർന്ന് ചലനമറ്റ് വീഴുകയും ചെയ്തു. കോപിഷ്ഠനായ രാവണനെ സമാധാനിപ്പിച്ച് യുദ്ധത്തിനിറങ്ങിയ കുംഭകർണനും തുടർന്ന് അതികായയും വധിക്കപ്പെട്ടതോടെ ലങ്കാസൈന്യം ഒന്നാകെ പരിഭ്രാന്തിയിലായി. എന്നാൽ ഭക്തനായ വിഭീഷണനുമായുള്ള സംഭാഷണത്തിൽ നിന്നും മൃതസഞ്ജീവനി ദിവ്യൌഷധത്തെ പറ്റി അറിഞ്ഞ ഹനുമാൻ ശുഭാപ്തി വിശ്വാസത്തോടെ മഹേന്ദ്രപർവ്വതമേറിയെങ്കിലും ഔഷധമൊന്നും കാണാൻ കഴിയാത്തതിനാൽ ആ വലിയ മലയൊന്നാകെ പിഴുത് സൈനികരെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം ആശ്വാസപൂർവം സാധാരണ നിലയിലാകാൻ തുടങ്ങിയ വാനരന്മാർ അവരുടെ പ്രതിരോധം ആരംഭിക്കുകയും തുടർന്നുണ്ടായ മഹായുദ്ധത്തിൽ രാവണപുത്രൻ ഇന്ദ്രജിത്ത് ലക്ഷ്മണനാൽ വധിക്കപ്പെടുകയും ചെയ്തു. ഈ വാർത്തയറിഞ്ഞ് അങ്ങേയറ്റം ദുഃഖിതനും കുപിതനുമായ രാവണൻ തൻ്റെ പുത്രന്റെ മരണകാരണം മൈഥിലിയാണെന്ന് പുലമ്പിക്കൊണ്ട് ചിരിച്ചും അലറിയും ഭ്രാന്തമായ ആക്രോശങ്ങളോടെ വാൾ വീശിക്കൊണ്ട് സീതയ്ക്കരികിലേക്ക് പുറപ്പെട്ടുവെങ്കിലും നീതി നിപുണനായ സുപാർശ്വന്റെ വാക്കുകളാൽ രാവണൻ രമ്യതപ്പെട്ട് പിന്മാറുന്നു. ശേഷം ശ്രീരാമന്റെ ഒറ്റയാൾ സൈന്യത്തോട് മല്ലിട്ട് എണ്ണിയാലൊടുങ്ങാത്ത രാക്ഷസ കൂട്ടം പരാജയപ്പെടാൻ തുടങ്ങി. മഹാസമുദ്രങ്ങളോ ആകാശലോകങ്ങളോ തമ്മിലുള്ള യുദ്ധം പോലെയെന്ന് ദേവന്മാർ വാഴ്ത്തിയ ആ രാമരാവണ യുദ്ധത്തിനൊടുവിൽ ശ്രീരാമന്റെ അസ്ത്രമേറ്റ് രാക്ഷസ രാജാവ് രാവണൻ വലിയൊരു വടവൃക്ഷമെന്നോണം നിലം പതിക്കുന്നു. തൻ്റെ ജ്യേഷ്ഠന്റെ മരണം കാണേണ്ട അവസ്ഥയെ തനിക്ക് വിധിച്ചല്ലോ എന്ന് വിലപിച്ച വിഭീഷണനെ രാജാക്കന്മാർ ധർമ്മയുദ്ധത്തിൽ മരണമടയുന്നത് വീരതയാണെന്നും രാവണൻ മഹാവീരനുമാണെന്ന് പറയുന്നു ശ്രീരാമൻ. തുടർന്ന് രാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്തു. സീതാസംവിതനായ ശ്രീരാമചന്ദ്രനെ വാനരന്മാരോടൊപ്പം വിഭീഷണൻ പുഷ്പക വിമാനത്തിലേറ്റി തിരികെ അയോധ്യയിലേക്ക് യാത്രാമൊഴിയേകി. ഇന്ന് കർക്കിടകം 31 മേഘനാദവധം, രാവണവിലാപം, രാമരാവണ യുദ്ധം, രാവണവധം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത്. നമുക്കിന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ, നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളേതുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കേണമിങ്ങനെ, ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു, ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ, പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീന
ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ. ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ, കഴിഞ്ഞില്ല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ തേടിനാൻ. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പാദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാ തോണിയിൽ വന്നു പൊക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാ ഹാ സുകുമാര വീരാ മനോഹര. മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതു കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങിച്ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതിയായി എത്രയും വേബധുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടുമാരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തത്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും വാഹനമാകിന വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും. കൊന്നതു കണ്ടു വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു
കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനുമധ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ പാരിൽ നിന്നിക്ഷ്വാകുവംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതി ഘോരമായി ചെയ്തോരു നേരത്തു പാരമിളപ്പം രഘൂത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമസ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവന്നുഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിടിനാൻ രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരതിലാശു കരേറുക പോരിനാൽ മാരുത തുല്യവേഗേന നടത്തുവൻ രാഘവൻ മാതലിയോടരുളിച്ചേതതിദാകുലമെന്നിയെ തേർ നടത്തിയിടു നീ മാതലി തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ല ദശാസ്യനും മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുധാനാധിപൻ വാചികൾ തമ്മെയും മാതലി തന്നെയുമേറെ എയ്തിടിനാൻ ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും മാതലിതാനും തൊഴുതു ചൊല്ലിടിനാനേതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നഭഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗത് പ്രഭോ പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യ ജപിച്ചയച്ചിടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവൊടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പകവൃക്ഷപ്പുതുമലർത്തൂകിനാരുത്പന്നമോദേന വാനവരേവരും അർക്കകുലോദ്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാനർക്കനും നേരെയുദിച്ചാനതു നേരം അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായ നീ പാരിലി വണ്ണം കിടക്കുമാറ
ദൈവത്തിനിതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനരുൾ ചെയ്തിതാതരാൽ, എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ, നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുകൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതിവന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതിവന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.